മുഖവുമായി മലയാള സിനിമയിലേക്ക് സംവിധായകൻ പി ഭാസ്കരൻ കൈപിടിച്ചു കയറ്റിയ നടി ഉണ്ണിമേരിയെ മറക്കാൻ മലയാള സിനിമയ്ക്കാവില്ല. 1969 പി ഭാസ്കരൻ സംവിധാനം ചെയ്ത നവവധു എന്ന പ്രേം നസീർ ശാരദ ചിത്രത്തിലൂടെയാണ് ബാലനടിയായി ഉണ്ണിമേരി സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് സിനിമാ പ്രേക്ഷകരുടെ ഹരമായിരുന്നു ഉണ്ണിമേരി. സൗന്ദര്യവും അഭിനയ മികവും ഒത്തുചേർന്ന ഉണ്ണിമേരിയെ തേടി നിരവധി അവസരങ്ങൾ വന്നു. ഉണ്ണിമേരിക്കുണ്ടായ തരംഗം സിനിമാ ലോകത്ത് ഇന്നും ചർച്ചയാകുന്നുണ്ട്. മറ്റു പല താരറാണിമാരെയും പോലെ ഒരു ഘട്ടത്തിൽ ഉണ്ണിമേരിയുടെയും കരിയർ ഗ്രാഫിൽ വീഴ്ച വന്നു. പതിയെ ഇവർ സിനിമാ ലോകത്ത് നിന്നും അകന്നു. ഉണ്ണിമേരിയെ കുറിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ബാലതാരമായി തുടങ്ങി 13-ാം വയസ്സിൽ നായികയായി അരങ്ങേറ്റം കുറിച്ച നടിയാണ് ഉണ്ണിമേരി. നായികാ സൗന്ദര്യ സങ്കല്പത്തിന്റെ പൂർണ്ണത തുളുമ്പുന്ന അഴകുള്ള താരറാണിയായിരുന്നു അവർ. മലയാളത്തിൽ നസീർ സർ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളുടെ എല്ലാം നായികയായി അവർ വേഷമിട്ടിരുന്നു. എന്നാൽ പണവും പ്രശസ്തിയും കൂടുതൽ നേടിക്കൊടുത്തത് മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലാണ്. തമിഴിലും തെലുങ്കിലും മറ്റു ഭാഷകളിലും ദീപ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. തെലുങ്കിലെയും തമിഴിലെയും ഒക്കെ മാദക നടിയായിരുന്നു അവർ. തമിഴിലെ മിക്കവാറും എല്ലാ സൂപ്പർ നായകന്മാരുടെയും കൂടെയും അവർ അഭിനയിച്ചെങ്കിലും മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള അവരുടെ തമിഴ് ചിത്രം ഭാഗ്യരാജിന്റെ മുന്താടി മുടിച്ച് ആണ്. അതിൽ ഭാഗ്യരാജും ഉണ്ണിമേരിയും ചേർന്ന് അഭിനയിക്കുന്ന പാട്ടുണ്ട്, വാവാ വാദ്യാരെ എന്ന ഗാനം. യൂട്യൂബിൽ കോടിക്കണക്കിന് പേരാണ് അത് കണ്ടിരിക്കുന്നത്. സിനിമയിലെ യാതൊരു വിളച്ചിലുകളും അറിയാത്ത പഞ്ചപാവ പെൺകുട്ടിയായിരുന്നു ഉണ്ണിമേരി. അവർ കഷ്ടപ്പെട്ട് നേടിയെടുത്ത പണം പലരും അപഹരിച്ചു കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 300ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കോളേജ് അധ്യാപകനാണ് അവരെ വിവാഹം ചെയ്തത്. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങൾ കാരണമുള്ള ഏറ്റക്കുറച്ചിലുകൾ അവരെ മാനസികമായി തളർത്തിയിട്ടുണ്ടാകാം. ആ സന്ദർഭത്തിൽ അവർ വിഷാദരോഗത്തിന് അടിമപ്പെട്ടു. ആ സമയത്ത് രക്ഷകനായി എത്തിയത് യേശുദേവനായിരുന്നുവെന്ന് അവർ പറയുന്നു. യേശു നൽകിയ അനുഗ്രഹത്തിനെല്ലാം നന്ദി പറഞ്ഞ് അവർ പൂർണ്ണമായും ആത്മീയതയിലേക്ക് തിരിഞ്ഞു. എല്ലാ ആഡംബര ജീവിതവും ഉപേക്ഷിച്ച് വെറും ഒരു സാധാരണക്കാരിയെ പോലെ സുവിശേഷ വേലകളുമായി ജീവിതം നയിക്കുന്നു. അവർ ജീവിതത്തിൽ പൂർണ്ണമായും ഇന്ന് സന്തോഷവതിയാണെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു. റിജോയ് എന്നാണ് ഉണ്ണിമേരിയുടെ ഭർത്താവിന്റെ പേര്. ഇരുവർക്കും നിർമ്മൽ എന്ന മകനും പിറന്നു. മകൻ ഇന്ന് വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കുന്നു. 1992 പുറത്തിറങ്ങിയ എന്നോടിഷ്ടം കൂടാമോ ആണ് ഉണ്ണിമേരിയുടെ അവസാനം പുറത്തിറങ്ങിയ സിനിമ.